ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി ഡിഷ് ആയിട്ട് വന്നാൽ എന്നാൽ പിന്നെ നമുക്കിന്ന് പോത്തും കാലിന് നല്ല അടിപൊളി ടേസ്റ്റിൽ ബരട്ടിങ് എടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കൂലല്ലോ. ഇന്ന് ഉപ്പയും മക്കളും കൂടി നല്ല അടിപൊളി ടേസ്റ്റിൽ ബരട്ടിങ് എടുക്കുന്ന എന്നാൽ വേമ്പാ നമുക്ക് ഉണ്ടാക്കി കളിയല്ലേ. അതിന് നമ്മൾ അടുപ്പത്ത് ഒരു വട്ട വെക്കണം കേട്ടോ. അടുപ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഗ്യാസ് മേലെ ഉണ്ടാക്കിയ ഒരു കുറ്റി ഗ്യാസും തീരും. അപ്പം നമ്മൾ അടുപ്പത്ത് തന്നെ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. എന്നാൽ പിന്നെ വേഗം അടുപ്പത്ത് വെച്ചോളി. ഒരു 5-6 സ്പൂണ് വെളിച്ചെണ്ണ വാർന്നോളി. അതിലേക്ക് നമുക്ക് വേണ്ടിയത് 6 ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി 6 മുറിച്ചിട്ട് നേരെ നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഇളക്കി ഇങ്ങ് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അധികം സോഫ്റ്റ് ആകണ്ട, എന്നാലും ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. പിന്നെ നമ്മൾക്ക് വേഗം ഉള്ളി വരേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഒരു പിടി ഉപ്പ്. പിന്നെ നിങ്ങൾ ഉപ്പ് ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് കേട്ടോ. പിന്നെ വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പച്ചക്കുരുമുളകും കേട്ടോ. എത്രയാണ് വേണ്ടിയെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് വേണ്ടിയ പോലെ എല്ലാം ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. അളവെല്ലാം കറക്റ്റ് അതിലിട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ പച്ചമണം എല്ലാം നല്ലോണം മാറി വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു 6 തക്കാളി എന്ന് വെച്ചാൽ കുഞ്ഞി തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 5 മതി കേട്ടോ. 6 തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മളെ ബീഫ് അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഉണ്ട്, അല്ല മീറ്റല്ലേ, ഇറച്ചി മസാലപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. ഒരു 2 കിണ്ണം നിറച്ചും വെള്ളവും പറഞ്ഞ് പിന്നെ നല്ലോണം ഒന്ന് പതച്ച് വന്നാൽ ഈ എല്ലും കഷ്ണം നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ട് പതപ്പിച്ചിങ്ങ് എടുക്കണം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ പണിയൊന്നുമല്ല കേട്ടോ. 1.5 മണിക്കൂർ ഇത് വെന്ത് കിട്ടണം. അതുവരെ നമ്മൾ തീ കത്തിച്ചുകൊണ്ട് നിൽക്കണം. നല്ലോണം കത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നൊന്ന് പൊന്തിച്ചിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഞങ്ങളൊരു 5:45 വെച്ചതാ. ഇതിപ്പേ കാലമായി. ഇപ്പം നമ്മളാദ്യം വിചാരിച്ച് വെള്ളം പോലെ ഉണ്ടല്ലോ, പക്ഷേ എങ്കിലെന്താ ഇത് പറ്റി വന്നേരം സംഭവം സെറ്റായിട്ട് ഇത് വേകുമ്പോഴത്തേക്ക് കറക്റ്റ് അളവിന് നല്ല തിക്കോട് കൂടിയിട്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മളെ പോത്തുംകാല് റെസിപ്പി റെഡിയായി സെറ്റായി വന്ന് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മണം പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മേലേക്ക് നമ്മളെ മല്ലിച്ചപ്പില്ലേ, നല്ല മല്ലിച്ചപ്പ് മുറിച്ചത് വിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തീയിലങ്ങ് വെച്ചാളാം. നമ്മളെ മല്ലിച്ചപ്പും കൂടി അതിലേക്ക് പിടിക്കൂലേ. അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വന്ന് നമ്മളെ പോത്തുംകാലി ഇവിടെ സെറ്റായി വന്നിട്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം കേട്ടോ. മറക്കല്ലേ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണേ. ഇതിങ്ങനെ കൊട്ടിയാലൊന്നും വരൂല, നല്ല അമർത്തി കൊട്ടിയാലോ കേട്ടോ വരുക. അടിപൊളി മസ്റ്റ് ട്രൈ റെസിപ്പി. എന്നാൽ ഓക്കെ, സീ യു.